പ്രൈസ് ദി ലോർഡ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 15 ഇങ്ങനെ പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. 18 മുതൽ ഇങ്ങനെ പറയുന്നു, നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. നമ്മൾ വായിച്ചു കേട്ട തിരുവചനം നമ്മൾ പലപ്പോഴും നമ്മളെല്ലാവരും വീണു പോകുന്ന ഒരു ആശയമാണ്. നമ്മൾ നന്മ ചെയ്യുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട്, ജഡത്തിന്റെ മോഹങ്ങളെ ഇല്ലാതാക്കുവാനായിട്ട്, മദ്യപാനം വേണ്ടെന്ന് വയ്ക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ജഡത്തിന്റെ പ്രേരണകളെ ഇല്ലെന്ന് വയ്ക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു, തീരുമാനിക്കുന്നു. എന്നാൽ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ പലപ്പോഴും ചെയ്യുന്നത്. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ നന്മ ഇച്ഛിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്നാൽ എന്റെ ശരീരത്തിൽ, എന്റെ മനസ്സിൽ, എന്നിൽ ഞാൻ പരാജയം കണ്ടെത്തുന്നു. എന്നെ തോൽപ്പിക്കുന്ന ഒരു ശക്തി എന്നിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം എന്നതാണ് ഈ തിരുവചനത്തിലൂടെ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാനാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു കടന്നു വന്നത് എന്ന് 1 യോഹന്നാൻ 3:8 പറയുന്നു. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നത് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക്, അവിടുത്തെ ഈ പ്രവൃത്തി ചെയ്തത്, കുരിശിൽ മരിച്ചത്, പിശാചിന്റെ പ്രവൃത്തികളെ, എന്നെ പീഡിപ്പിക്കുന്ന, എന്റെ പ്രിയപ്പെട്ടവരെ പീഡിപ്പിക്കുന്ന, എന്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന തിന്മയുടെ ശക്തിയെ അവിടുന്ന് നല്ല തിന്മ തരുന്നത്. അവിടുന്ന് നമ്മെ കുറിച്ച് നല്ല പദ്ധതികളാണുള്ളത്. അവിടത്തേക്കുള്ള പദ്ധതി നല്ലതാണ്. അവിടുന്ന് പറയുന്നത്, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്, അത് നന്മയ്ക്കായുള്ള പദ്ധതിയാണ്, തിന്മയ്ക്കായുള്ള പദ്ധതിയല്ല. ഇത് തന്നെയാണ് പറയുന്നത്. സാത്താനാണ് നമ്മളെ തിന്മ ചെയ്യിപ്പിക്കുന്നത്, വീഴ്ത്തുന്നത് എന്ന് നമുക്ക് ഈ കേട്ട ചുരുങ്ങിയ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നു. എന്നാൽ യേശു പറയുന്നു, യോഹന്നാൻ എഴുതിയ ലേഖനത്തില് 1-ാം അധ്യായത്തില് 8 പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് മരിച്ചത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിന്റെ രക്തം, അവസാനത്തുള്ള രക്തം വരെ വേദനയേറ്റ് പീഡയേറ്റ ആ യേശുവിന്റെ രക്തം വിശ്വാസപൂർവ്വം എന്റെ ശരീരത്തില്, എന്നെ ഇവിടെയുള്ള തിന്മയുടെ സ്വാധീനത്തിന്റെ മേല്, ശക്തിയുടെ മേല് ഞാൻ വിശ്വാസപൂർവ്വം തളിക്കുമെങ്കിൽ ആ തിന്മയുടെ സ്വാധീനത്തിന്റെ ശക്തി ഉറപ്പായിട്ടില്ലാതാവും. നമുക്ക് ഒരു പാട്ട് പാടി ഇന്നത്തെ ദിവസം ഈ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വിശ്വാസപൂർവ്വം നമുക്ക് ഒരുമിച്ച്, എനിക്കുമുണ്ട് പ്രശ്നങ്ങൾ, എന്നെയും വീഴ്ത്തുന്നു, ഞാൻ ഇന്നലെ വേറൊരു മനുഷ്യനായിരുന്നെങ്കിൽ, വിശ്വാസത്തിൽ നിന്നവരാണെങ്കിൽ, ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിലുള്ളവരല്ല. ഞാൻ മടുത്ത്, ഞാൻ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കും നിങ്ങൾക്കും പുതുജീവൻ നൽകുന്ന യേശു ക്രിസ്തു നിരന്തരം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവൻ പ്രാപിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ നിലനിൽക്കും, ഞാനാണ് വഴി എന്ന് ആ വഴി ഞാനാണെന്ന് പറഞ്ഞവനെ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ യേശു ക്രിസ്തുവിനെ, നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിനെ, നമുക്ക് വേണ്ടി സ്വർഗത്ത് ഭവനം പണിത് കാത്തിരിക്കുന്ന ദൈവപുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ ഭവനത്തില്, നമ്മുടെ ശരീരത്തില്, നമ്മുടെ കുടുംബാംഗങ്ങളില്, പ്രശ്നമുള്ള വ്യക്തികളില്, സാഹചര്യങ്ങളിൽ, പ്രാർത്ഥനാ വിഷയങ്ങളില് ഇപ്പോൾ നമുക്ക് വിശ്വാസപൂർവ്വം തെളിച്ച് പ്രാർത്ഥിക്കാം. ഒരു പാട്ട് പാടി നമുക്ക് ആ പാട്ടിൽ ചേർന്ന ആ പാട്ടിലൂടെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ പാട്ടിന്റെ വരികളിൽ വിശ്വസിച്ചുകൊണ്ട് ആ പാട്ട് പാടി നമുക്ക് നമ്മുടെ ഭവനത്തെയും ഭവനാംഗങ്ങളെയും എല്ലാം നമുക്ക് യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിച്ചുകൊണ്ട്, യേശുവിന്റെ രക്തത്താൽ തളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പെരുമഴ പോൽ പെയ്യട്ടെ
പാപം, നമുക്ക് ഏതെങ്കിലും പാപത്തിലാണോ? ഞാൻ ഏതെങ്കിലും പാപത്തിൽ എനിക്ക് അതിൽ നിന്ന് വിമോചനം തേടാൻ പറ്റാത്തൊരവസ്ഥയിലാണോ? ആ പാപം യേശുവിന്റെ രക്തത്താൽ മാറിപ്പോകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും പാപത്തിലാണോ, അവർക്ക് വേണ്ടി വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കിതെല്ലാം സംഭവിച്ചത് ഏതെങ്കിലും ശാപത്തിന്റെ ഫലമാണോ, എന്റെ കുടുംബത്തിന് ഇതെല്ലാം സംഭവിക്കുന്നത് ഏതെങ്കിലും ശാപത്തിന്റെ ഫലമാണോ? ഇവയിലെല്ലാം വിജയം വരിച്ച യേശു, ശാപത്തിന്റെ മേൽ വിജയം വരിച്ച യേശു, പാപത്തിന്റെ മേൽ വിജയം വരിച്ച യേശു, ആ യേശുവിന്റെ രക്തത്താൽ ഇവയെല്ലാം നമ്മളിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും മാറിപ്പോകാനായിട്ട് വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. പാപമെല്ലാം മാറിടട്ടെ, നീങ്ങിടട്ടെ, പാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ, തിരുരക്തത്താൽ കഴുകണമേ യേശുവേ, കഴുകണമേ, തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ, പെരുമഴ പോൽ പെയ്യട്ടെ, രക്തം പെരുമഴ പോൽ പെയ്യട്ടെ, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, glory hallelujah, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. നമ്മൾ ആരെങ്കിലും രോഗികളാണോ, നമ്മുടെ പ്രിയപ്പെട്ടവർ രോഗത്തിലാണോ? ഇവയെല്ലാം എന്റെ ക്ഷതങ്ങളാണ്, എന്റെ മുറിവിലാണ് നിങ്ങൾ സുഖമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ തിരുവചനം ഓർക്കാം. ഏതെങ്കിലും കഷ്ടങ്ങളിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും കടബാധ്യതകളോ പ്രയാസങ്ങളിലോ ആണോ? ഇവയിൽ നിന്നെല്ലാം മോചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശു ക്രിസ്തുവിനോട് കൂടി ചേർന്ന് യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പോകാം. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, ഞങ്ങൾ തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ, പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, ഹല്ലേലൂയ, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. കോപമെല്ലാം മാറിപ്പോകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പാടുമ്പോൾ നമ്മളിലുള്ള കോപത്തിന്റെ പേരുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കോപത്തിന്റെയും അല്ലെന്നുണ്ടെങ്കിൽ ജഡത്തിന്റെ മുഖങ്ങളെല്ലാം മാറിപ്പോകട്ടെ, തിന്മയായ എല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നമ്മൾ നിറയാൻ വേണ്ടി ആഗ്രഹിച്ചും പ്രാർത്ഥിക്കാം. കോപമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ, കോപമെല്ലാം മാറിടട്ടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ, ഞങ്ങൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ, തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ, പെരുമഴ പോൽ പെയ്യട്ടെ, രക്തം പെരുമഴ പോൽ പെയ്യട്ടെ, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, glory hallelujah, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ അവസ്ഥകളും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് യേശുവിന്റെ നാമം ഏറ്റുപറഞ്ഞ് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.